വിദേശ ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകം നിലവാരമുള്ള ഹോട്ടൽ മുറികളുടെ ലഭ്യതയാണ്. സർ, ഇടത്തരക്കാരും വൻകിടക്കാരുമായ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമുള്ള ഹോട്ടൽ മുറികളുടെ അപര്യാപ്തത സംസ്ഥാനത്തുണ്ട്. ഹോട്ടൽ ക്ലസ്റ്ററുകൾ സംസ്ഥാനത്ത് കൂടുതൽ സജ്ജമാക്കേണ്ടതുണ്ട്. സർ, മൈസ് ടൂറിസത്തിൻ്റെ ഭാഗമായി മീറ്റിംഗ്സ്, ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസസ് ആൻഡ് എക്സിബിഷൻസ്, വൻകിട കൺവെൻഷൻ സെൻ്ററുകളും ഡെസ്റ്റിനേഷൻ ടൂറിസം സെൻ്ററുകളും വികസിപ്പിക്കും. സർ, ഹോട്ടലുകൾ നിർമ്മിക്കുന്നതിന് 50 കോടി രൂപ വരെ വായ്പ നൽകുന്നതിനുള്ള പദ്ധതി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആവിഷ്കരിക്കും. ഈ പദ്ധതിക്ക് പലിശയിളവ് നൽകുന്നതിന് 20 കോടി ഈ വർഷം വകയിരുത്തുന്നു. സാംസ്കാരിക രംഗത്ത് കേരളത്തിൻ്റെ യശസ് വളരെയേറെ ഉയർത്തിയ കൊച്ചിസ് മുസിരിസ് ബിനാലയുടെ 2025-26 എഡിഷനായി 7 കോടി രൂപ വകയിരുത്തുന്നു. സർ, കെ ഹോംസ്. സർ, കേരളത്തിൽ താമസക്കാരില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംരംഭമാണ് കെ ഹോംസ്. ലോകമെമ്പാടുമുള്ള സമാന സംരംഭങ്ങളിൽ നിന്ന് മാതൃകകളും നടത്തിപ്പ് രീതികളും സ്വീകരിച്ചുകൊണ്ട് മിതമായ നിരക്കിൽ വീടുകളിൽ താമസ സൗകര്യം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ഉള്ളടക്കം. വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിൻ്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്താനും ഇതിലൂടെ കഴിയും. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയുടെ ഫലം വിലയിരുത്തി സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കും. സർ, കെ ഹോംസ് പദ്ധതിയുടെ പ്രാരംഭ ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും കേരളവും. ഉന്നത വിദ്യാഭ്യാസം മികവിൻ്റെ കേന്ദ്രങ്ങൾ. സർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ കേരള, MG, കുസാറ്റ് സർവകലാശാലകൾ 2021 മുതൽ ആദ്യ 50 സ്ഥാനം നിലനിർത്തി വരുന്നു. 2024 റാങ്കിംഗ് പ്രകാരം കേരള സർവകലാശാല 21-ാമതും കുസാറ്റ് 34-ാമതും MG സർവകലാശാല 37-ാമതുമാണ്. സർ, മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ സർവകലാശാലകളിലെ പശ്ചാത്തല സൗകര്യ വികസനം നന്നായി പുരോഗമിച്ചു വരുന്നു. അന്താരാഷ്ട്ര ഹോസ്റ്റലിൻ്റെയും ട്രാൻസ്ലേഷൻ റിസർച്ച് സെൻ്ററുകളുടെയും നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. 3 സർവകലാശാലകൾ മികവിൻ്റെ കേന്ദ്രം ആരംഭിക്കുന്നതിനുള്ള ഭരണാനുമതി നൽകി കഴിഞ്ഞു. സർ, കുസാറ്റിലെ ന്യൂറോ ഡീജനറേഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്ത് മികവിൻ്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് 69 കോടി രൂപയും MG സർവകലാശാലയിൽ നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി മികവിൻ്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് 62 കോടിയും കേരള സർവകലാശാലയിൽ താണു പത്മനാഭൻ സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ അസ്ട്രോണമി ആൻഡ് അസ്ട്രോഫിസിക്സ് സ്ഥാപിക്കുന്നതിന് ഭരണാനുമതിയും നൽകി കഴിഞ്ഞു. സർ, ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ 7 മികവിൻ്റെ കേന്ദ്രം കൂടി സ്ഥാപിക്കാൻ ഭരണാനുമതി നൽകി കഴിഞ്ഞു. സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ട്രെയിനിങ്. 2 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ. 3 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്. 4 കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. 5 സെൻറ്റർ ഫോർ ഇൻഡിജിനസ് പീപ്പിൾസ് എഡ്യൂക്കേഷൻ. 6 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെൻഡർ ഇക്വാലിറ്റി. 7 കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക്. സർ, സർവകലാശാലയുടെയും എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെയും മേൽപ്പറഞ്ഞ മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് ആദ്യഘട്ടമായി 25 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഗവേഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾ. ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ്, സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ്, സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോം എന്നീ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി സംസ്ഥാനത്തിൻ്റെ ഗവേഷണശേഷി വർദ്ധിപ്പിക്കാനും നവ ആശയങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും സജ്ജമാക്കും. 5 വർഷ കാലയളവിനുള്ളിൽ ഈ സ്ഥാപനങ്ങൾക്ക് യഥാക്രമം 2535 ലക്ഷം, 1862 ലക്ഷം, 1399.84 ലക്ഷം, 1656.98 ലക്ഷം എന്നിങ്ങനെ സാമ്പത്തിക വിഹിതം അനുവദിക്കും.